അങ്ങനെ നമ്മൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാ. നമ്മൾ കറക്കെ കഴിഞ്ഞ് ലോണാവാലയിലുള്ള ഈ അത്യാവശ്യം ചെറിയ ലോക്കൽ സൈറ്റ്സിനൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഗണ്ടാല എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലി വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. ഗണ്ടാല സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. അത് വേറെ ഒരു ഏരിയയിലേക്കാണ്. അതിലേക്ക് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫരീദ് ഭായ്, താങ്ക് യു. ജസാക്കല്ലാ. ഫരീദ് ഭായിനെ യാത്രയാക്കി കേട്ടോ. അത് ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ലോഗാർഡ് ഫോർട്ടിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ലോഗാർഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. കുറേയൊന്നുമില്ല, ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഓട്ടോന് പോകുന്നതിനൊക്കെ ഭയങ്കര ചാർജ് വരും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു മലാവ്ലി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ട്രെക്ക് ചെയ്തിട്ട് കയറാണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് നേരെ മലാവ്ലിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുള്ളൂ. ലോണാവാല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. ഒരാൾക്ക് 5 റുപ്യ ടിക്കറ്റിന്. 5 റുപ്യൻ്റെ ടിക്കറ്റല്ലേ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ പേപ്പറിനുണ്ടല്ലോ ശേഷം അത്രേ ദൂരമുള്ളൂ. കയറിയിരിക്കുമ്പോഴാണ് എത്തും. 5 മിനിറ്റ് 6 മിനിറ്റ് എങ്ങനെ വേണ്ടു. അപ്പോൾ നമുക്ക് നേരെ ലോഗാർഡ് ഫോർട്ടിലേക്ക് വിടാം. ഓക്കെ, നമ്മൾ ഇവിടെയുള്ള ലോക്കൽ ട്രെയിനാട്ടോ ഇത്. ഈ സെറ്റപ്പ് ഉണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. അവരുടെ ചെറിയ സ്റ്റോപ്പോട്ടേക്ക് ഇങ്ങനെ പോകുന്നത്. നല്ല രസമാണ്. ഇതിലുള്ളൊരു എക്സ്പീരിയൻസ് വേറെ തന്നെ. ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നോർമൽ ട്രെയിൻ പോലെയുള്ള സംഭവങ്ങളല്ല. ഇതുണ്ട്, വേറെ തന്നെ ഒരു സംഭവമാണ്. മുംബൈൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയാണ് ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ള സംഭവം നമുക്ക് പോകേണ്ട ലോക്കൽ ട്രെയിൻ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് നിർത്തിവെച്ച ട്രെയിൻ. പിന്നെ അകംവശം നമുക്ക് നോക്കാമല്ലോ. ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് നിന്നിട്ട് പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിറ്റിങ് വേറൊരു എക്സ്പീരിയൻസാണ് ഈ സെറ്റപ്പിൽ. ഓരോ കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലോക്കൽ ട്രെയിനുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ മറ്റേ ട്രെയിൻ നോക്കുന്ന സമയത്ത് ഇതിന് നല്ല വ്യത്യാസങ്ങളുണ്ട്. മെയിനായിട്ട് ഞാൻ കണ്ട വ്യത്യാസം എന്താ, ഈ സംഭവം തന്നെ ഹാൻഡിൽ. നിന്നിട്ട് പോകുന്ന സമയത്ത് പിടിച്ചേക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് സ്റ്റോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കും പക്ഷേ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പിന്നെ കണ്ടൊരു വ്യത്യസ്ത ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ബോട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ചാർജിങ് ബോർഡ് ഇല്ല, പിന്നെ ടോയ്ലറ്റ് ഇല്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഇത് മെയിനായിട്ട് ചെറിയ യാത്രയാണ്. ഞാൻ പറയില്ല, ഇപ്പോൾ നമുക്ക് ടിക്കറ്റിനായത് 5 റുപ്യ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് നമ്മൾ പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ട്രെയിന് പുറപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ ഉള്ള പോലെ ഒന്നും അല്ല. ഏകദേശം ഫുള്ളാണ്. ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തുക. എന്നിട്ട് അവിടുന്ന് ലോഗാർഡ് ഫോർട്ടിലേക്ക് പോകേണ്ട പരിപാടികൾ നോക്കണം. പറയുന്നതായിട്ടേക്കോ മലാവ്ലി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ആകെ 5 മിനിറ്റ്, ഒരു 6-7 മിനിറ്റ് അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റോപ്പ് എത്തിയേട്ടാ. അപ്പോൾ ഇവിടെ ഇറങ്ങട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളെന്ന് അറിഞ്ഞു. ജസ്റ്റ് ഫുഡെല്ലാം കഴിക്കണം കേട്ടോ. ഫുഡും കഴിച്ചിട്ട് ലോഗാർഡ് പോയി ലഗേജ് എവിടെയെങ്കിലും ഒന്ന് ജാമ്പണം. ഫുഡ് എങ്ങനെ കഴിച്ചിട്ട് അവിടെ നിന്ന് കമ്പനി ആക്കിയിട്ട് അയാളടുത്ത് ലഗേജും വെച്ചിട്ട് മേലേക്ക് പോകണ്ട. അപ്പോൾ ഇതാ ട്രെയിന് പോകണം. ഒരു മിനി മെട്രോ എന്നെല്ലാം പറയാം. ഒരു മെട്രോ എല്ലാം പോലത്തെ സംഭവം. സംഭവത്ത് കുറേ നടക്കാൻ കേട്ടോ. നമുക്ക് ഇന്ന് ഈ പറഞ്ഞ ലോഗാർഡ് ഫോർട്ടിൽ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബ്രിഡ്ജും അതുപോലെ തന്നെ നല്ലൊരു ഹിൽ ടോപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ആകാശ് നമ്മൾ പോകുന്ന വഴിക്ക് ആകാശ് ബ്രോ എന്നിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ലോഗാർഡ് ഫോർട്ടിലേക്ക് നമ്മൾ ആക്കി തരാമെന്ന് പറഞ്ഞത് പെർ ഹെഡ് 80 റുപ്യ പറഞ്ഞത്. അപ്പോൾ 5 മണി വരെ ആടെ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 3:45. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. വാട്ടർഫോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണണ്ടേ. വാട്ടർഫോൾ അങ്ങനെ വലിയ വെള്ളമൊന്നുമില്ല, ചെറിയ മാതിരിയുള്ള വെള്ളം കാര്യങ്ങളൊക്കെയാണ്. എല്ലാ ആൾക്കാരും തിരിച്ചു വരുന്ന സമയം കേട്ടോ. ലോഗാർഡ് ഫോർട്ടിൽ പോയിട്ട് ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1.5 കയറ്റം തന്നെയാണ്. നല്ല കയറ്റമാണ്. കുറേ ഒരു വ്യൂ പോയിൻ്റ് ഒത്ത സംഭവമെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പഴം തിന്നലുണ്ട്. പിന്നെ അധികം എടുക്കാൻ പറ്റിയില്ല. ചെറിയ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേലെ നമുക്ക് അധിക സമയം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. കാരണം 5 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും.
അപ്പോൾ നമ്മൾ ലോഗട്ട് ഫോർട്ടിന് നേരെ താഴെത്തിന് ഇവിടുന്ന് മേലേക്ക് ക്ലൈംബ് ചെയ്തു, അതായത് മുകളിലേക്ക് ട്രെക്ക് ചെയ്തിട്ട് പോകേണ്ടതാണ്, നടന്നിട്ട് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാക്ക് എടുത്തിട്ട് ഇടുക, എന്നിട്ട് സെറ്റായിട്ട് പോവുക. ഓക്കെ, ചാക്കിട്ട് ഈ ചാക്ക് ഭയങ്കര ഉപകാരം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത് ഇടുക, അങ്ങനെ നടന്നു കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പക്ഷേ ഇടുക സാധനം നേരെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് എല്ലാ പരിപാടിയും നോക്കാം. നമ്മൾ മേലേക്കുള്ള നടത്തുന്ന തുടങ്ങി. ഇവിടെ മെയിൻ ശല്യം എന്ന് പറഞ്ഞാൽ ഈ കുരങ്ങന്മാരെ അറ്റാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ പ്രശ്നം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതും എടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ നമ്മൾ 3 ആളെ കണ്ടിട്ട് അവർ 2 പേര് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ പറ്റൂല, അതുകൊണ്ട് അവർക്കിടെ തോന്നിയിട്ടുണ്ടോ, അതുകൊണ്ട് 2 ടിക്കറ്റ് എടുത്തിട്ട് ഓടുന്നു പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. എന്നാലും വരുന്നിടത്ത് വെച്ചാണ്. ഈ വ്യൂ നോക്കിയോ, കേരളം കേട്ടത് ഫോട്ടോ സ്റ്റാർട്ടായി. ഭയങ്കര രസമാണ്. നല്ല ചെറിയ മഴയും ഉണ്ട്, ഫോഗും ഉണ്ട്. ആ ഒരു ക്ലൈമറ്റ് അടിപൊളി. ഞാൻ ഗ്യാപ്പ് വരി തലയിൽ ഫുള്ള് പോകാനേ, കംപ്ലീറ്റ് പോകാം. ഓക്കെ, മേലെ നമുക്ക് എത്തേണ്ടത്. ടൈം നയ്യേ, പടികൾ. അയ്യോ, ഞാൻ കൊടയെടുത്തത് കാരണം ഞാൻ നനയുന്നുണ്ടല്ലോ, ക്യാമറ നനയുന്നുണ്ട്, കൊടയും പിടിച്ചിട്ടാണ് നടക്കുന്നത്. അടിപൊളി. താലൊന്നും കാണുന്നില്ല, കംപ്ലീറ്റ് പോകാം. മേലൊക്കെ വേറെ ആരും മേലെ ഇല്ലാന്ന്, ഫുള്ള് കുരങ്ങന്മാർ കാണുന്നുണ്ട് കുറേ. പോയി നോക്കാം, വാ. ഈ കോട്ടൻ്റെ ഉള്ളിൽ വേറൊരു ഗുഹ പോലത്തുന്ന ഓരോ സംഭവം കാണുന്നുണ്ട്. അറിയാ വെള്ളം ഉണ്ടല്ലോ ഇല്ലേ, എക്കോ അടിക്കുന്നുണ്ട്. മറ എല്ലോ ഉൾഭാഗത്ത് മറ്റേ ഒളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. ഇത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഉണ്ടായ കോട്ടകൾ ഇതെല്ലാം ഇല്ലേ, കിണറുന്നല്ല ഈ സംഭവങ്ങളില്ലേ, ഫോട്ടോയിലില്ലേ, അതെല്ലാം ബ്രിട്ടീഷുകാർ കുറേ ഭാഗം പൊളിച്ചു മാറ്റി. അറിയാക്ക് എന്തിനാ? പിന്നെ ഈ ഒരു കോട്ട ബേസ് ചെയ്തിട്ട് അവർക്കെതിരെ അറ്റാക്ക് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ടൈം ദിവസം കഴിഞ്ഞ ശേഷം ഓരോ കോട്ടയും ഓരോരോ ഭാഗങ്ങളായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്നല്ല പറയുന്നത് കേട്ടെ. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ ആളുകൾ സമ്മതിക്കണ്ടേ. എൻ്റെ മോനെ, അയ്യോ ഒന്നുമില്ലോ എന്തുകൊണ്ട് പോന്നെ. നാരായൺ ദർവാജ. എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയം കേട്ടോ. മേലെ പോയിട്ട് തിരിച്ച് എനിക്ക് വരുന്ന സമയം നമ്മൾ മേലേക്ക് കയറുന്നു. എല്ലാം കൂടി നമ്മളവിടെ ഇപ്പോൾ പോകുന്നുള്ളതാണ് ഇപ്പം എൻ്റെ പോയി. അങ്ങനെ പന്തലും ഇട്ട് കൊടി വിട്ട പൊട്ടന്മാരല്ലേ കാണുന്നില്ല നീ പറയണ്ട. ഏകദേശം അങ്ങനെ മുകളിലെത്തിയിട്ട് ഈ ഡോറെല്ലാം നോക്കിയേക്കും, ഒരു രക്ഷയില്ലാത്ത ഡോർ കേട്ടോ. എത്തിയില്ല, ഇനിയുണ്ടാ. മഴ പോയി നല്ല ചെറിയ ചാറ്റൽ മഴയോ. ആ ഒരു എന്താ മോനെ രസം. ഓ അതെ, മേലാ കോട്ടൻ്റെ എൻ്റെ ഉണ്ടോടാ. ഈ സാധനം ഒരു രക്ഷയില്ലേ, കൂളാണ്. പക്ഷേ ക്യാമറ കാണിയുന്നതുകൊണ്ടാണ് ഇതെടുക്കേണ്ടി വരുന്നത്. കിടിലോ, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരു വല്ലാത്തൊരു ഫീല്. അതാ കുറേ കുരങ്ങും കാര്യങ്ങളും. എൻ്റെ മോനെ, കോടയില്ലെങ്കിൽ രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഞാൻ ഇത് നോക്കിയാ ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അയ്യാ,
ആടെ ഒരു നായി കാവലിങ്ങനെ ഇവിടെ എന്തോ പ്രേത മൂവിയിലെങ്ങനെ ഉള്ള പോലെ എന്തോ സംഭവം കേട്ടോ. അല്ലെ പുറത്ത് ഒരു നായി ഇട്ടിട്ട് ഇങ്ങനെ കാവൽ വെക്കുന്നു. ശവകുടീരമാണോ എന്ന് സംശയമുണ്ട്. നീ പോയോക്കിയാ കയറിയാ ഒന്നും ചെയ്യൂല. പോ ധൈര്യത്തിൽ പോടാ. ഞാൻ ആദ്യം വിചാരിച്ച് മൂപ്പറെടുത്ത് സെക്യൂരിറ്റി ആയിട്ട് നിന്ന് കേട്ടാ. അടി ഇത് മക്കുപറയാടാ. ആ മുമ്പിള്ളാരെ മക്കുപറയാട്ടാ. എന്താ നോക്കിയോ ചെറിയ കുട്ടീൻ്റെ ആണെന്ന് തോന്നുന്നു. രണ്ട് ചെറിയ കുട്ടിയുടെ കവറ് പോലെയാണ് തോന്നുന്നത്. ബാ അപ്പത്തേക്ക് പോയാൽ നോക്കാം. നീ വേറെന്തോടെ ഈ സാധനത്തിൻ്റെ പേരെന്താ പോലോ പീരങ്കി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറാൻ മുൻകൂട്ടി കുറേ ടൈം വേണ്ടി 3 മണിക്കൂർ എങ്ങാനായിട്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. നമുക്ക് മേലോട്ട് ഇനിയും കുറേ നടക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ലോഗൌട്ട് ഫോർട്ടിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇങ്ങനെ വൈകുന്നേരം പോലെ വന്നതിനെ കൊണ്ട് കാര്യമില്ല. രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ വന്നാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓ മൺസൂൺ ടൈമോടെ ഉണ്ട്. എന്നാ മഴ പെയ്ത് കഴിഞ്ഞാലില്ലേ ഒരു 1.5 ഫീലുമാണ്. ഇപ്പം നല്ല കോടയുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ തീരെ രക്ഷയില്ലാത്തതില്ല. അല്ല ചാട താഴേക്കെന്ന് പറഞ്ഞില്ല മക്കളെ. ഒരു രക്ഷയില്ലാത്ത താഴ്ചയാണ്. നോക്കിയാ ഒന്നും പറയല്ല. പക്ഷെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ വീടും താഴേക്കൊന്നും ഇല്ല. എൻ്റെ മോനെ കിടിലം കാറ്റും. പ്രഭ എങ്ങനെയുണ്ട്? നീ ഒന്നും മിണ്ടാത്തേ പറ. എങ്ങനെയുണ്ട്? ഞാൻ പറ സംഭവം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? കോട വന്നോണ്ട് നമുക്ക് വ്യൂ കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫീലില്ല മക്കളെ. ഒരു രക്ഷയില്ല. ആരോ വരുന്നോ പി പി അടിക്കുന്നുണ്ട്. ആള് നമ്മളെ കാണുന്നുണ്ടാ. സമയം തിരിച്ചറിയേണ്ട സമയം കേട്ടാ. അതുകൊണ്ടാ എന്നാ പഠിപ്പിക്കുന്ന എന്നാന്ന് പറ എന്നാ പറയാനുള്ളേ? ഇന്നേക്കാട്ടും വലിയ കുറഞ്ഞ നമ്മളെപ്പോഴും ഉണ്ട്. ഇങ്ങോടാ ഇങ്ങോവാ അതേ ഒച്ച. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്. നമ്മുടെ സിസ്റ്റർ അതൊന്ന് കാണാം. മഹാദേവ് മന്ദിർ എന്ന് പറയുന്ന ഒരു മന്ദിരമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഇത്തിനി കാടാന്നാറ്റം പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് 1/2 മണിക്കൂർ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ടൈം കഴിഞ്ഞുകൊണ്ട് നടക്കില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഒരു 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ 3 മണിക്കൂർ വേണം ഇവിടെ മൊത്തത്തിലൊന്ന് കണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഫോർട്ടിന് ഓരോരോ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഹനുമാൻ ദർവാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഈ ഒരു സ്പോട്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട്. സംഭവം വീടിന് ആൾക്കാരെ ഇറക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പോലീസുകാരല്ലോ സെക്യൂരിറ്റി അവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരെ കാണുന്നില്ല. അവരെങ്ങനെയാണ് ആൾക്കാരെ ഇറക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് ഇപ്പോൾ കുറച്ചൊരു 10 മീറ്റർ അപ്പുറം ഒരാൾ പോയി കഴിഞ്ഞാൽ ആളെ മനസ്സിലാവില്ല. പിന്നെ ഇവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവർക്കിപ്പോൾ മനസ്സിലാക്കുക. അല്ലാതെ ഇവിടുന്ന് കുറേ ഞാൻ പറയില്ല നടക്കാനെല്ലാം ഉണ്ട്. അങ്ങോട്ടെല്ലാം കുറേ വിസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ എവിടെ പോയാലും കണക്കന്നെ. കാരണം കംപ്ലീറ്റ് ഫോഗ്. ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാം. ഓക്കെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രത്തിലുള്ള മത്തേരാനൊക്കെ നമ്മുടെ നാട് കവർ ചെയ്യാണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ടി പാടില്ല. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലോണാവാലയിൽ നിന്ന് അടുത്തുള്ള ലോഗൌട്ട് ഫോർട്ട് വെച്ചിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ.